ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇത്രയും മലക്കുദാ ഇത്രയും ജനങ്ങൾ വരാനുള്ള കാരണമെന്താ? ഈ സഹാബിയുടെ മയ്യത്ത് ഖബറടക്കുന്നതിന് വേണ്ടി ഇത്രയും ജനങ്ങൾ വരാനുള്ള കാരണം എന്തെന്നറിയുമോ? ഖുർആനിലെ ഒരു സൂറത്തിനെ സ്നേഹിച്ച സഹാബിയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ 114 സൂറത്തുകളിൽ ഒരു സൂറത്തിനെ സ്നേഹിച്ചപ്പോ, ഒരു സൂറത്തിനെ പാരായണം ചെയ്തപ്പോ, മയ്യത്ത് ഖബറടക്കുന്നതിന് വേണ്ടി അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ കടന്നു വന്നെന്ന് ചരിത്രം പറയുമ്പോ, ഈ രാത്രി ഇവിടെ ഇരുന്നു കൊണ്ട് നിനക്കൊന്ന് നിയ്യത്ത് ചെയ്യാൻ പറ്റുമോ? ഉസ്താദേ, ഇൻഷാ അല്ലാഹ് മരിക്കുന്ന കാലം വരെ ഓതാൻ ഞാൻ തയ്യാറാ, ഓർമ്മയുള്ള കാലം വരെ ഓതാൻ ഞാൻ തയ്യാറാ. ഒന്നുമില്ലെങ്കിലും ഈ സൂറത്തിനെ ഞാൻ സ്നേഹിക്കും ഉസ്താദ്, എന്റെ ഹൃദയത്തിൽ കൊണ്ട് നടക്കാൻ ഞാൻ തയ്യാറാണ്. അല്ലാഹ് ആരെല്ലാം നിയ്യത്ത് ചെയ്യുന്നുണ്ടോ അവരെ നീ സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ അല്ലാഹ്, പെടുത്തണേ അല്ലാഹ്, രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകന് 8 വയസ്സുള്ള അനസ് എന്ന് പറയുന്ന 10 വർഷക്കാലം അല്ലാഹുവിന്റെ പ്രവാചകന്റെ ഖാദിമായി നടന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു, ആ ചെറിയ മകനോട് അല്ലാഹുവിന്റെ റസൂൽ കൊടുക്കുന്ന ഉപദേശമാ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, രക്ഷപ്പെടണോ? നിന്റെ വീടിന്റെ അകത്ത് ബർക്കത്ത് വേണോ? നിന്റെ കച്ചവടത്തിൽ ബർക്കത്ത് വേണോ? നിന്റെ കുടുംബ ജീവിതത്തിൽ ബർക്കത്ത് വേണോ? നിന്റെ മക്കളിൽ ബർക്കത്ത് വേണോ? നിന്റെ ഭാര്യയിൽ ബർക്കത്ത് വേണോ? നിന്റെ ഭക്ഷണത്തിൽ ബർക്കത്ത് വേണോ? നിന്റെ ആയുസ്സിൽ ബർക്കത്ത് വേണോ? നിന്റെ ആരോഗ്യത്തിൽ ബർക്കത്ത് വേണോ? നിനക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന, പെങ്ങളെ, യാ പുനയ്യാ, ഏ പൊന്നുമോനെ, നീ നിന്റെ വീട്ടിലേക്ക് കടന്നു പോയാൽ, നിങ്ങൾ ഓരോരുത്തരും വീട്ടിലേക്ക് കടന്നു പോകുമ്പോ ആ വീട്ടുകാരോട് നിങ്ങൾ സലാം പറയണേ, നിങ്ങൾ സലാം പറയണേ. സലാം പറഞ്ഞാൽ പറയുന്നവനും ആ മടക്കുന്ന വീട്ടുകാരും രക്ഷപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറഞ്ഞു. നീ നിന്റെ വീട്ടിലേക്ക് പോകുമ്പോ, ഇല്ലെങ്കിലും മറ്റൊരാളുടെ വീട്ടിലേക്ക് പോകുമ്പോൾ നീ എന്ത് ചെയ്യണം? നീ സലാം പറയണം. പറഞ്ഞ നീയും രക്ഷപ്പെടും, ആ വീട്ടുകാരും രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഒരു സലാം പറയാൻ തന്നെ നിനക്ക് പിശുക്ക. നീ എങ്ങനെ സലാം പറയുന്നേ? അസ്സലാമു അലൈക്കും. നിനക്ക് ബർക്കത്ത് ആകാശത്തു നിന്ന് വരും. അള്ളാഹു കാക്കുമാറാകട്ടെ. മദ്രസയെ പഠിച്ചിട്ടില്ലേ? 3 രീതിയിലാ സലാം. 3 രീതിയിലാ സലാം. 1 അസ്സലാമു അലൈക്കും, 2 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, 3 അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇതിൽ ഏതാ പറയണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരാള് വെച്ചു, നബിയെ കണ്ടപ്പോ അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും, വലൈക്കും സലാം. എന്താടാ ബാക്കിയില്ലേ? സലാം പറഞ്ഞാല് പരിപൂർണമായിട്ട് പറയണം, എങ്കിലേ ബർക്കത്ത് കിട്ടത്തുള്ളൂ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹ് ഭാഗ്യം തരുമാറാകട്ടെ. വീട്ടിൽ പോകുമ്പോൾ പെണ്ണുമ്പിള്ള എടുത്ത് പറയാറുണ്ടോ? അത് കഴിഞ്ഞിട്ട് വീട്ടിൽ പോവുക ചോറുമായിട്ടൊക്കെ, ചിരണിയും വാങ്ങിച്ച് വീട്ടിൽ പോകുമ്പോൾ ആമിനെ TV-യുടെ ഫ്രണ്ടിൽ പെറ്റ് കിടക്കുക. അവിടെ നിന്ന് എഴുന്നേറ്റ് വരും, മൂടാൻ വന്നങ്ങേരി സീരിയൽ തീരാറായപ്പോഴത്തേക്ക് അങ്ങനെ. സാധാരണ സിറാജൊക്കെ താമസിച്ചാൽ നിർത്തണം, ഇന്നത്തെ നേരത്തെ നിർത്തിയോ? പെണ്ണുമ്പിള്ള വന്ന് വാതിൽ തുറക്കുമ്പോൾ ഭർത്താവ് ഇങ്ങനെ പറയുക, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പെണ്ണുമ്പിള്ള ഇടി വെട്ടിയതുപോലെ നിൽക്കുക, കണ്ണും തെള്ളിയിട്ട്. കാരണം ആദ്യമായിട്ടാണ് സലാം പറയണേ. ആദ്യമായിട്ടായിരിക്കണ താത്താമാർ വല്ലതും പറഞ്ഞാൽ പെണ്ണുമ്പിള്ള വിചാരിക്കും ശൈത്താൻ വല്ലതും കൂടിയെന്ന്. അതാ കാരണം നമ്മൾ ആരും പറയാറില്ല. ഇവിടെ സ്വന്തം പെണ്ണുമ്പിള്ളയുടെ ഫോൺ നമ്പർ എല്ലാവരുടെ മൊബൈലും കാണും. പക്ഷെ ഭാര്യ വിളിക്കുമ്പോൾ പോലും നമ്മൾ സലാം പറയും. ഫോണിനകത്ത് നിനക്കറിയുന്ന, നീ പറയും ഫോണിൽ പലരും വിളിക്കുമല്ലോ, അപ്പോൾ എല്ലാവരോടും സലാം പറയാൻ പാടില്ലല്ലോ. അപ്പം നിനക്കറിയാം വിളിക്കുന്ന ആൾ ആരാന്ന് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫോണിൽ. അവരോട് പോലും നീ ഹലോന്നേ ചോദിക്കുള്ളൂ, സലാം പറയത്തില്ല. പക്ഷെ സലാം പറ, നീയും രക്ഷപ്പെടും, അവരും രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
ഇന്ന ഔലന്നാസി ബില്ലാഹ് മൻ ബദഅഹും ബിസ്സലാം. ആരാണോ സ്വലാത്ത് ആ സലാം ആദ്യം പറയുന്നത് അവൻ രക്ഷപ്പെട്ടു, അവൻ അള്ളാഹുവിൻ്റെ സ്നേഹം ലഭിച്ചവനാ, അള്ളാഹുവിലേക്ക് അടുത്തവനാ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ സലാം പറയണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പം നീ വീട്ടിൽ പോയി നിന്റെ കുടുംബസമേതം നിങ്ങളെല്ലാവരും എവിടെയെങ്കിലും ഒരു കല്യാണത്തിനോ അല്ലെങ്കിൽ എവിടെയെങ്കിലും പോയി തിരിച്ച് വീട്ടിൽ പോകുമ്പോൾ സലാം പറയണോ? പറയണോ? വീട്ടിൽ ആരും ഇല്ലല്ലോ അല്ലേ? കടയിൽ പോവാ, രാവിലെ കട തുറക്കുമ്പോൾ സലാം പറയണോ? വണ്ടിക്കകത്ത് കയറുക സലാം പറയണോ? പറയണം. സലാം പറയണം. എങ്ങനെ? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. നീ നിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്ത് പറഞ്ഞിട്ട് ഇറങ്ങണേ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലാഹു മലക്കുകളെ നിന്റെ വീടിന് കാവൽ നിർത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. രാത്രി കട പൂട്ടിയപ്പോൾ എന്താ പറഞ്ഞേ? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ. അല്ലാഹ് കാവൽ നിർത്തിയിട്ടുണ്ട് മലക്കിനെ. അപ്പൊ തുറക്കുമ്പോ മലക്കിനോട് സലാം പറയണോ? പറയണോ? എങ്ങനെ പറയണം? അസ്സലാമു അലൈനാ, പറ അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. ആളുണ്ടെങ്കിൽ എങ്ങനെ പറയണം? അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആളില്ലെങ്കിൽ മലക്കുകളുണ്ട്. അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ. വീട്ടിൽ കയറുമ്പോ, വണ്ടിക്കകത്ത് കയറുമ്പോ, കട തുറക്കുമ്പോ, എവിടെയും ആളുണ്ടോ ഇല്ലേ നീ സലാം പറ. അല്ലാഹു നിന്നെ രക്ഷപ്പെടുത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി മുതൽ തുടങ്ങല്ലേ? ഇന്ന് രാത്രി മുതൽ സലാം പറയാൻ തുടങ്ങല്ലേ? പറയാന്ന് നിയത്ത് ചെയ്യുന്നവര് കൈവക്ക്. അൽഹംദുലില്ലാ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. പൊക്കാൻ പോലും മടിയുള്ളവനുണ്ട്. നിന്റെ കാര്യം അല്ലാഹ് തന്നെ തീരുമാനിക്കട്ടെ. ഞാനെന്ത് പറയാനാണ്? അതിന് പോലും മനസ്സില്ലാത്ത നിന്റെ കാര്യം അല്ലാഹ് തീരുമാനിക്കട്ടെ. നീ എന്താന്ന് വെച്ചാ ചെയ്യ്. അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. രണ്ട് ഞാൻ നിർത്തുകയാ. വീട്ടിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. പൊക്കിയ താഴ്ത്തിയിട്. ഡൈനിങ് ടേബിളിന്റെ ചുറ്റുമല്ല, ഡൈനിങ് ടേബിളിന്റെ ചുറ്റുമല്ല, ഭാര്യയും ഭർത്താവും മക്കളും ഒരു പാത്രത്തിന്റെ അകത്ത് നിന്ന് ചോറുണ്ണുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. ആരെങ്കിലും ഒന്ന് പൊക്കടോ, നിനക്ക് ബർക്കത്ത് വേണം, തരും. ഒരാള് പോലും ഇല്ലല്ലോ പഠിച്ചാന്. നീ നോക്കിയൊക്കെ രക്ഷപ്പെട്ട് ഇങ്ങോട്ട് നോക്കിക്കേ. നിങ്ങൾക്ക് ബർക്കത്ത് വേണം എന്ന് ആലോചിക്കേ. ഞാൻ പറഞ്ഞതല്ല, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇജ്തമിഉ അലാ തുആമികും ഉദ്കുറു ഇസ്മല്ലാഹി അലൈഹി. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, നിങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കൂ. ഭാര്യയും ഭർത്താവും മക്കളും ഒരു പാത്രത്തിൽ നിന്ന് ബിസ്മി പറഞ്ഞുകൊണ്ട് ഒരുമിച്ചിരുന്ന് കഴിക്കൂ. അല്ലാഹു ആ വീട്ടുകാരിൽ ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, മുദിയങ്ങയിലെ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വീട് ഏതെന്നറിയുമോ? ഈ നാട്ടിൽ അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീട് 3 വീടുകളാണ്. 3 വീടുകളാണ്. അതിലെ 3ാമത്തെ വീട് ഏതെന്നറിയുമോ? ഏത് വീടിന്റെ അകത്താണോ ഭാര്യയും ഭർത്താവും മക്കളും ഒരു പാത്രത്തിൽ നിന്ന് ഒരുമിച്ച് കഴിക്കുന്നത്, ആ വീട് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വീടാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഭാര്യയും ഭർത്താവും മക്കളും കൂടെ ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിൽ കഴിക്കുന്ന വീട് അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട വീടാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ എങ്ങനെ അക്കരെ ഇരിക്കുക? അതുകൊണ്ടാ നിങ്ങൾ കണ്ടിട്ടില്ലേ, പടച്ചവനെ പണ്ടത്തെ കാലത്തെന്ന് പറഞ്ഞാൽ കൂടപ്പുറപ്പെന്ന് പറഞ്ഞാൽ ഒരു സ്നേഹം ഉണ്ടായിരുന്നു. ഇപ്പൊ കൂടപ്പുറപ്പ് പറയുക, ഞാൻ മരിച്ചാൽ പോലും നീ എൻ്റെ വീട്ടിൽ കയറരുത്. സ്വന്തം ഉമ്മാടെ വയറ്റിൽ കിടന്നവൻ പറയാ, ചത്താ പോലും ഞാൻ നിന്റെ വീട്ടിൽ കയറരുത്. അത്രയ്ക്കും വലിയ ശത്രുക്കൾ. 20 കൊല്ലം ഭാര്യയും ഭർത്താവുമായി ജീവിച്ചു. എന്തോ പറഞ്ഞു, ദേഷ്യം വന്നപ്പോൾ ഭർത്താവ് ഒരെണ്ണം കൊടുത്തു പെടലിക്ക്.
കഴിഞ്ഞു. പിറ്റേ ദിവസം പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കേസ് കൊടുത്തിരിക്കുക. ഭർത്താവ് മാനസികവും ശാരീരികവുമായി എന്നെ പീഡിപ്പിക്കുന്നു, ഭർത്താവിൻ്റെ എഴുന്നേക്കാൻ പറ്റാത്ത വാപ്പ എന്നെ കയറി പിടിച്ചു. ഒറ്റ ദിവസം കൊണ്ട് കഴിഞ്ഞു. എന്താ ഇത്ര ശത്രുത, എന്താ ഇത്ര ശത്രുത? സ്വന്തം സഹോദരങ്ങൾ തമ്മിൽ തല്ല, മക്കൾ തമ്മിൽ തല്ല്. എന്താ ഉസ്താദിമാർ ഇങ്ങനെ തല്ലണെന്ന് ചോദിക്കുന്നില്ലേ? എൻ്റെ പൊന്നാര സഹോദരങ്ങളെ, പണ്ടങ്ങനാണോ? എടാ, നിങ്ങൾ എത്ര തിന്നവരാ. അള്ളാഹു നമ്മുടെ ഉമ്മമാർ മരിച്ചവർക്ക് അള്ളാഹു സ്വർഗം കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസും കൊടുക്കുമാറാ. ഉമ്മ വാരിത്തന്ന നമ്മളിപ്പോഴും തിന്നൂലേ? ഉമ്മ വാരിത്തന്ന എന്ന നിങ്ങൾ ഇന്ന് വയത് കഴിഞ്ഞ് വീട്ടിൽ പോയി, നിങ്ങൾ ചോറുണ്ടില്ലല്ലോ, ഇവിടെ നിന്ന് കിട്ടുന്ന ആ ഇന്നത്തെ ഇവിടുത്തെ സ്വലാത്തിൻ്റെ ചീരണിയും കൊണ്ട് വീട്ടിൽ പോയി 5, 6, 7 വയസ്സുള്ള മക്കളെ വിളിച്ച് മുന്നിൽ ഇരുത്തിയിട്ട് ഈ ചോറൊന്ന് ഇങ്ങനെ കുഴയ്ക്കണം. ആ മക്കളുടെ മുന്നിൽ വെച്ച് ചോറ് ഇങ്ങനെ കൈകൊണ്ട് കുഴച്ചിട്ട് ഇന്നാ മോനെ വാടാ പാപ്പ തിന്നോളാൻ പറയും. അവൻ വരില്ല. കാരണം എന്തേ? അവൻ അറിയാം അത് വേസ്റ്റാണെന്ന്. ഒരാൾ കൈയിട്ടത് മറ്റാൾ തിന്നൂല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾ ചിന്തിക്ക്. ഭർത്താവ് വരുമ്പോൾ ഭാര്യ അടുക്കളയിൽ, ഭർത്താവ് ഡൈനിങ് ടേബിളിൽ, മക്കള് ടിവിയുടെ മുന്നിൽ. ഇങ്ങനെ തിന്നണേ. എങ്ങനെ നിന്റെ വീട്ടിൽ ബർക്കത്തുണ്ടാകും? എങ്ങനെ നീ പാത്രത്തിൽ, ഒരു പാത്രത്തിൽ തിന്നും. എപ്പോഴാന്നറിയോ? നിങ്ങൾ ഒരു പാത്രത്തിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സമയമുണ്ട്. ഭാര്യയുടെ കൂടെ അല്ല, മക്കളുടെ കൂടെ അല്ല. ഇവിടെ എവിടെങ്കിലും തലശ്ശേരിയിലോ കണ്ണൂരോ കൂത്തുപറമ്പോ ചെറുവാഞ്ചേരിയിലോ എവിടെയെങ്കിലും പോയിട്ട് കുഴിമന്തി കിട്ടുന്ന കടയിൽ പോയിട്ട് കൂട്ടുകാരെല്ലാരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് വാരി തിന്നും. ബർക്കത്തിന് അവിടെ അവന്റെ കൂടെ ഇരുന്ന് വാരി വലിച്ചു തിന്നാൻ അറിയാം. പക്ഷെ പെണ്ണും പിള്ളയുടെ കൂടെ ഇരുന്ന് തിന്നത്തില്ല. എങ്ങനാ മക്കളെ രക്ഷപ്പെടുക? അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹ് ഈമാൻ തരുമാറാകട്ടെ. ഞാൻ പറഞ്ഞില്ലേ, ബർക്കത്തെന്ന് പറയുന്നത് വെറുതെ കിട്ടുന്നതല്ല. ബറക്കത്തെന്ന് പറയുന്നത് വെറുതെ കിട്ടുന്നതല്ല. അത് അല്ലാഹ് തരണം. നമുക്ക് അല്ലാഹ് തരുന്ന നിഅമത്താ. അല്ലാഹ് നമുക്ക് തരുന്ന നിഅമത്താ. അത് വെറുതെ കിട്ടത്തില്ല. അതിന് ഇങ്ങനെയൊക്കെ എളുപ്പവഴികളുണ്ട്. അപ്പൊ അതുകൊണ്ട് രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ വഴി, നാളെ രാവിലെ മന്തിക്കടയിൽ പോയിട്ട് ചോദിക്കണം, ഈ പാത്രം എവിടുന്നാ മേടിച്ചേ? എപ്പോഴും തിന്നാൻ പോകുന്ന കടയിൽ ഒരു വലിയൊരു പാത്രം കാണുമല്ലോ, ഇത് എവിടുന്നാ മേടിച്ചെന്ന് വെക്കണം. ആ കടയിൽ പോയിട്ട് അത് വാങ്ങ്, വീട്ടിൽ കൊണ്ടുവെക്ക്. ഒരു നേരമെങ്കിലും, ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും എല്ലാവരും കൂടെ ആ പാത്രത്തിൽ നിന്ന് 3 നേരം തിന്നണമെന്ന് ഞാൻ പറയണില്ല. ഒരു ദിവസത്തിൽ ഒരു നേരമെങ്കിലും ഭാര്യയും മക്കളും കുടുംബവുമായിട്ട് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്ക്. രക്ഷപ്പെടും. അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നിയ്യത്ത് ചെയ്യുന്നവരെ കൈവക്ക്. വേണ്ട ഉസ്താദെ, ഞാൻ പള്ളിയുടെ മുന്നിൽ തെണ്ടിക്കോളാം, ഇരുന്ന കുഴപ്പമൊന്നുമില്ല. ഉസ്താദെ, ഭാര്യയുടെ കൂടെ മക്കളുടെ കൂടെ ഒരുമിച്ചിരുന്ന ഭക്ഷണം കഴിക്കാൻ വേസ്റ്റ്. കണ്ടവൻ കൈയിട്ടത് ഞാൻ തിന്നൂല്ല. നീ തിന്നണ്ടടാ. നീ പള്ളിയുടെ മുന്നിൽ ഇങ്ങനെ തെണ്ടി നടക്കും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. കണ്ടിട്ടുണ്ട വീട്ടില് ഇഷ്ടം പോലെ പൈസ ഉണ്ട്, ഇഷ്ടം പോലെ ഭക്ഷണം ഉണ്ട്. വയറ് നിറയുന്നുണ്ടോ മോനെ? വയറ് നിറയുന്നുണ്ടോ? എത്ര തിന്നാലും വയറ് നിറയുന്നുണ്ടോ? കൊട്ടാരം പോലെയുള്ള വീടിൽ കിടന്നിട്ട് ഉറക്കം വരുന്നുണ്ടോ? സുന്ദരിയായ പെണ്ണിന്റെ കൂടെ കിടന്നിട്ടും അയൽവാസിയുടെ പെണ്ണും പിള്ള നോക്കിയിട്ടല്ലേ നീ ഇപ്പൊ സമാധാനാവുക? 3, 4 മക്കൾ നിന്റെ വീട്ടിലുണ്ട്. അവരുടെ മുഖത്ത് നോക്കിയാൽ സ്നേഹമില്ല. വേറെ ഏതെങ്കിലും കുട്ടികളെ കാണുമ്പോ താലോലിക്കുക. എന്ത് ചങ്ങാതിയിടാ! ബറക്കത്തില്ലാത്തത് കൊണ്ടാ. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. അള്ളാഹ് രക്ഷപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്ന വീട് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട വീടാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. 3 ഞാൻ നിർത്തുകയാ. 3 മൂന്നാമത്തെ കാര്യം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ താഴെ വീഴുന്ന ഭക്ഷണം മറക്കരുത്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് താഴെ വീണ് കിടക്കുന്ന ഭക്ഷണം, അതിലാണ് അള്ളാഹു ബർക്കത്ത് വെച്ചിരിക്കുന്നത് എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ആ താഴെ വീണ ഭക്ഷണമാ അതെടുക്കണ്ട. ആദ്യം നീ ചോറ് കടിച്ചുകൊണ്ടിരിക്കുമ്പോ നിന്റെ പാത്രത്തിൽ നിന്ന് താഴെ വീണ ഭക്ഷണം അത് നീ ഇടത് കൈകൊണ്ടെടുത്ത് വൃത്തിയാക്കിയിട്ട് കഴിക്കണം. അതിനെ നീ കളയരുത്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇദാ സഖതത് ലുഖ്മതു അഹദികും അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ ആയിഷ ബീബി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാ അല്പം ഭക്ഷണം താഴെ കിടക്കുകയാ, അല്പം ഭക്ഷണം താഴെ കിടക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖമങ്ങ് വാടുകയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, ആയിഷ ആ താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിക്കുക ആയിഷ, അതിൽ അല്ലാഹു ബർക്കത്ത് വെച്ചിട്ടുണ്ട്, അതിൽ അല്ലാഹു ബർക്കത്ത് വെച്ചിട്ടുണ്ട്. പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നിങ്ങൾ പലരും പറയുമല്ലോ, ഉസ്താദിന്റെ അടുക്കൽ വന്നിട്ട് നല്ല കച്ചവടമുണ്ടായിരുന്നു, സർവ്വതും പെട്ടെന്ന് പോയി ഉസ്താദ്, ആരോ സിഹിർ ചെയ്തതാ. ഉസ്താദ് നല്ല കച്ചവടം ഉണ്ടായിരുന്നു, മൊത്തവും പോയി, അതാരോ കൂടോത്രം ചെയ്താന്നാ നീ വിചാരിച്ചേ? അല്ല, നിനക്ക് നല്ല സന്തോഷവും സമാധാനവും അള്ളാഹു നൽകിയിരുന്നു, എല്ലാം പോയി. കാരണം എന്തെന്നറിയോ? കാരണം എന്തെന്നറിയോ? ആ താഴെ വീണ ചോറിനെ നീ നിന്ദിച്ചതിന്റെ ശിക്ഷയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ആ താഴെ വീണ ഭക്ഷണം അത് അല്ലാഹു തന്ന നിഅമത്തല്ലേ, അത് അല്ലാഹു തന്ന നിഅമത്തല്ലേ, ആ നിഅമത്തിനെ നീ നിന്ദിച്ചത് കൊണ്ടാടാ. ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും മിന്ന അദാബി ലശദീദ്. ആയിഷ ബീവിയോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ആ താഴെ കിടക്കണ ഭക്ഷണം എടുത്ത് കഴിക്ക ആയിഷ, അത് കഴിക്കാതെ അതിനെ നിന്ദിച്ചാൽ അല്ലാഹു തന്ന നിഅമത്തിനെ നിന്ദിച്ചതിന് അല്ലാഹു നിനക്ക് നാശം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിന്റെയൊക്കെ വീട്ടിൽ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെയൊക്കെ കച്ചവടവും സമ്പത്തും സമാധാനവും പോയിട്ടുണ്ടെങ്കിൽ ആ താഴെ കടന്ന ചോറിനെ വേസ്റ്റായി കണ്ടതുകൊണ്ടാ, അതിനെ നീ നിന്ദിച്ചത് കൊണ്ടാ. മക്കൾക്ക് ചോറ് വാരി അങ്ങോട്ട് വെച്ചു കൊടുക്കും, ഈ ഇരുന്നങ്ങട്ട് വാരും, 4 ഭാഗത്തും ചോറ് വാരിക്കളയും, വാരിക്കളയും. ഒരാള് എത്രയോ പാവങ്ങളുണ്ട്, ഒരു വാ ചോറ് കിട്ടാത്ത പാവങ്ങൾ. ഒരാള് പഠിച്ചവൻ എത്രയോ പാപങ്ങളുണ്ട്, അതുകൊണ്ടാ ഒരുമിച്ചിരുന്ന് തിന്നാൻ പറഞ്ഞേ. ഒരുമിച്ചിരുന്ന് തിന്നാൽ ആരും വാരിക്കളയില്ല, താഴെ കിടന്നാലും എടുത്തകത്തിടും. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞ അതുകൊണ്ടാ. അതുകൊണ്ട് ബർക്കത്ത് വേണോ? താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിക്ക്, അതിൽ ബർക്കത്തുണ്ട്. ഇല്ല, താഴെ വീണ ഭക്ഷണത്തെ നീ നിന്ദിച്ച നിന്റെ നാശം അവിടെ തുടങ്ങും. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, താഴെ വീണ ഭക്ഷണം എടുത്ത് കഴിക്കുന്നവന് ബർക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് ബർക്കത്ത് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് 3 കാര്യങ്ങൾ പഠിച്ചു. 1, സലാം പരിപൂർണമായിട്ട് പറയണം വീട്ടിലേക്ക് ചെല്ലുമ്പോൾ. പറഞ്ഞാൽ നീയും വീട്ടുകാരും രക്ഷപ്പെട്ടു. 2, ഭാര്യ, മക്കൾ, കുടുംബം ഒരുമിച്ചിരുന്ന് ഒരു പാത്രത്തിലിരുന്ന് കഴിക്ക്, അള്ളാഹു ബർക്കത്ത് ചെയ്യും. 3, താഴെ വീണ ഭക്ഷണം നിന്ദിക്കരുത്, അത് നീ എടുത്ത് കഴിക്ക്, അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, മുദിയങ്ങയിലുള്ള സഹോദരിമാരോട് ഒറ്റ ഉപദേശം, ദയവ് ചെയ്ത് റസൂലുള്ളാഹി തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു കൊടുത്തു, ഭക്ഷണം നിങ്ങൾ നിന്ദിക്കാൻ പാടില്ല, ഭക്ഷണത്തെ നിങ്ങൾ നിന്ദിക്കാൻ പാടില്ല. അതിനകത്തൊരു ഇൽമു പഠിച്ചു വെച്ചോ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുന്നു, ഭക്ഷണം ഒരിക്കലും നമ്മളെ കാത്തിരിക്കാൻ പാടില്ല, ഭക്ഷണം നമ്മളെ കാത്തിരിക്കാൻ പാടില്ല, നമ്മൾ ഭക്ഷണത്തിനെ കാത്തിരിക്കണം. ഭക്ഷണം നമ്മളെ കാത്തിരിക്കുന്നത് അതിനെ നിന്ദിക്കുന്നതിന് തുല്യമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണുങ്ങളോട് വിളിച്ചു പറയും, ആമിന ഞാൻ പള്ളിയിൽ നിന്നിറങ്ങി വിളമ്പി വെച്ചേരെ, ഞാൻ കടയിൽ നിന്നിറങ്ങി നീ വിളമ്പി വെച്ചേരെ. എൻ്റെ ഉമ്മമാരോട് ഒരു കൂടപ്പുറപ്പിനെ പോലെ പറയുന്നു, വല്ലാഹി നിങ്ങൾ വിളമ്പി വെക്കരുത്. നിങ്ങളുടെ ഭർത്താക്കന്മാര് വന്ന് ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ ഇരുന്നതിന് ശേഷമേ ഭക്ഷണം മുന്നിൽ കൊണ്ടുവെക്കാവൂ. ഇല്ലെങ്കിൽ, കാരണം പ്രവാചകൻ പറഞ്ഞു, നീ ആടാ കാത്തിരിക്കേണ്ടത് ഭക്ഷണത്തെ, അല്ലാതെ ഭക്ഷണമല്ല. കാരണം അത് അല്ലാഹു തരുന്ന നിഅമത്ത്. അതെങ്ങനെ? നേരത്തെ വിളമ്പി അടച്ചു വെച്ചേക്കും, നേരത്തെ വിളമ്പി അടച്ചു വെച്ചേക്കും. വീട്ടിൽ ചെല്ലുമ്പോൾ ഡൈനിങ് ടേബിളിന്റെ മുന്നിൽ ഇല്ലെങ്കിൽ പാവപ്പെട്ട വളരെ വാപ്പാക്കി വിളിക്കും. അതാ നമ്മുടെ സ്വഭാവം. എന്നാ ഹോട്ടലിൽ പോകും, ഹോട്ടലിൽ പോയിട്ട് ഒരു മട്ടൻ, ഒരു ബിരിയാണി, എന്നിട്ട് ഇങ്ങനെ തെക്ക് വടക്ക് നോക്കിയിരിക്കുക, ഒരു കുഴപ്പമില്ല. ഹോട്ടലിൽ കഴിക്കാൻ പോയിട്ട്
10 മിനിറ്റും 15 മിനിറ്റായിട്ടും വന്നില്ലെങ്കിലും നിനക്കൊരു കുഴപ്പമില്ല. അവസാനം ഇറങ്ങുമ്പോൾ അവൻ 25 രൂപ ടിപ്പ്. നിന്റെ ആമിനെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കടന്ന് കഷ്ടപ്പെട്ട് നിനക്ക് വെട്ടി വിളമ്പി കൊണ്ടു തന്നിട്ട് അവസാനം അവളുടെ വാപ്പായ്ക്ക് വിളി. ഇതാ നേട്ടം. നാലിച്ചയ്ക്ക് അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. പറ, ഇതല്ലേ സത്യം? ഇതല്ലേ? ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്ന സത്യം. അതുകൊണ്ട് നിന്റെയൊക്കെ വീടിൻ്റെ അകത്ത് രക്ഷ വേണം. ഭക്ഷണം നേരത്തെ വിളമ്പി വെക്കാൻ ഓർഡർ ഇടരുത്. ഒരൊറ്റ പെണ്ണും നേരത്തെ ഭക്ഷണം വിളമ്പി വെക്കരുത്. ആവശ്യമുള്ളവൻ വന്നിരിക്കും, വന്ന് കാത്തിരിക്കുമ്പോഴാണ് ഭക്ഷണം മുന്നിൽ കൊണ്ടുവെക്കേണ്ടത്. അല്ല, ഭക്ഷണം നിന്നെ കാത്തിരുന്നാൽ അതിനെ നിന്ദിക്കുന്നതിന് തുല്യമാ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ മയ്യത്ത് പള്ളിയിൽ കൊണ്ടുവെക്കുമ്പോൾ മയ്യത്ത് നിസ്കരിക്കാൻ പള്ളി നിറയെ ആളുണ്ടാകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകം നോക്കുമ്പോൾ മുആവിയ റളിയല്ലാഹു തആല അൻഹു ഒരു സ്വഹാബിയുടെ ജനാസ പള്ളിയിൽ കൊണ്ടുവന്നു. പടച്ചവനെ, പള്ളി നിറയെ ആളാ. ആ പാവപ്പെട്ട സ്വഹാബിയുടെ മയ്യത്ത് നമസ്കരിക്കാൻ പള്ളി മുഴുവനും ആളാണ്. ഒരുപാട് ജനം കൂടി സഹാബികൾ പരസ്പരം ചർച്ച ചെയ്യുകയാണ്. ഒരു പാവപ്പെട്ട സഹാബിയുടെ മയ്യത്ത് പള്ളി കൊണ്ടുവച്ചപ്പോ എന്ത് ജനമെന്നറിയോ നിസ്കരിക്കാൻ. മയ്യത്ത് കബറടക്കാനും മയ്യത്ത് നിസ്കരിക്കാനും ഒരുപാട് ജനം വന്നു. സഹാബികൾ തന്നെ പരസ്പരം പറയാൻ തുടങ്ങി, ഇദ്ദേഹത്തിന് ഇത്രയും മഹത്വം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജിബ്രീൽ എന്ന മലക്കിനോട് ചോദിച്ചു, ജിബ്രീലെ, ഇത്രയും ആള് വരാനുള്ള കാരണമെന്താ? ഇത്രയും ജനങ്ങൾ ഈ പാവപ്പെട്ടവന്റെ മയ്യത്ത് കബറടക്കാൻ വരാനുള്ള കാരണമെന്താ? യാ റസൂലല്ലാഹ്, മുത്ത് നബിയെ, ഖുർആനിലെ ഒരു സൂറത്തിനെ സ്നേഹിച്ചത് കൊണ്ടാണ്. അള്ളാന്റെ വിശുദ്ധമായ ഖുർആനിലെ ഒരു സൂറത്തിനെ ഈ സഹാബിക്ക് വലിയ ഇഷ്ടമാ. ഒരു സൂറത്തിനെ ഇഷ്ടപ്പെട്ടതിന് അള്ള കൊടുത്ത പ്രതിഫലമാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇരിക്കുമ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ജിബ്രീൽ എന്ന് പറയുന്ന മലക്ക് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇത്രയും മലക്കുദാ, ഇത്രയും ജനങ്ങൾ വരാനുള്ള കാരണമെന്താ? ഈ സഹാബിയുടെ മയ്യത്ത് കബറടക്കുന്നതിന് വേണ്ടി ഇത്രയും ജനങ്ങൾ വരാനുള്ള കാരണം എന്തെന്നറിയുമോ? ഖുർആനിലെ ഒരു സൂറത്തിനെ സ്നേഹിച്ച സഹാബിയാ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ 114 സൂറത്തുകളിൽ ഒരു സൂറത്തിനെ സ്നേഹിച്ചപ്പോ, ഒരു സൂറത്തിനെ പാരായണം ചെയ്തപ്പോ, മയ്യത്ത് കബറടക്കുന്നതിന് വേണ്ടി അല്ലാഹു ഇഷ്ടപ്പെട്ടവരെ കടന്നു വന്നെന്ന് ചരിത്രം പറയുമ്പോ, ഈ രാത്രി ഇവിടെ ഇരുന്നു കൊണ്ട് നിനക്കൊന്ന് നിയ്യത്ത് ചെയ്യാൻ പറ്റുമോ? ഉസ്താദേ, ഇൻഷാ അല്ലാഹ് മരിക്കുന്ന കാലം വരെ ഓതാൻ ഞാൻ തയ്യാറാ, ഓർമ്മയുള്ള കാലം വരെ ഓതാൻ ഞാൻ തയ്യാറാ. ഒന്നുമില്ലെങ്കിലും ഈ സൂറത്തിനെ ഞാൻ സ്നേഹിക്കും ഉസ്താദ്, എന്റെ ഹൃദയത്തിൽ കൊണ്ട് നടക്കാൻ ഞാൻ തയ്യാറാണ്. അല്ലാഹ്, ആരെല്ലാം നിയ്യത്ത് ചെയ്യുന്നുണ്ടോ അവരെ നീ സ്വർഗത്തിന്റെ അവകാശികളിൽ പെടുത്തണേ അല്ലാഹ്, പെടുത്തണേ അല്ലാഹ്, രക്ഷപ്പെടുത്തണേ അല്ലാഹ്. അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് ഓതുവല്ലേ? ഓതുവോ? ഓതുമോ? കൈബുക്ക് പേടിക്കണ്ട, 5 വരി പോലും ഇല്ല, ധൈര്യമായിട്ടിരുന്നോ. ഏറ്റവും ചെറിയൊരു സൂറത്താ. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. സൂറത്തുൽ ഇഖ്ലാസ്. ഏത് സൂറത്ത്? സൂറത്തുൽ ഇഖ്ലാസ്. ഒന്ന് ഓദിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹു സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. സദഖല്ലാഹ്. ഈ സൂറത്ത് അല്ലാഹയെ കുറിച്ചാ പറയണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ സ്വഹാബത്ത് വന്നിട്ട് പരാതി പറഞ്ഞു, അമീറിനെ കുറിച്ച്, നേതാവിനെ കുറിച്ച്. എപ്പോ നിസ്കരിച്ചാലും ഖുൽ ഹുവല്ലയാ ഓതണേ. ഈ സഹാബി എപ്പോ നിസ്കരിച്ചാലും ഖുൽ ഹുവല്ലയാ ഓതുന്നത്. അതുകൊണ്ട് അനുയായികൾ വന്ന് പരാതി പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സഹാബിയെ വിളിച്ചിട്ട് ചോദിച്ചു, എന്തേപ്പാ എപ്പോഴും ഖുൽ ഹുവല്ല ഓതണേ? നീ എപ്പോഴും ഖുൽ ഹുവല്ല ഓതുന്ന എന്താ? എനിക്ക് ആ സൂറത്ത് വലിയ ഇഷ്ടമാ നബിയെ, എനിക്ക് ആ സൂറത്ത് വലിയ ഇഷ്ടമാ. കാരണം അള്ളാഹയെ കുറിച്ച് പറയുന്നത് ഉണ്ട്.
മുത്തുനബി പറഞ്ഞു പൊക്കോളാൻ. മുത്തുനബി പറഞ്ഞു പൊക്കോളാൻ. ആ സഹാബി നടന്നു പോകുമ്പോ പറഞ്ഞു, ഓൻ രക്ഷപ്പെട്ടെന്ന്, സ്വർഗത്തിന്റെ അവകാശിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇഖ്ലാസ് എന്ന് പറയുന്ന സൂറത്തിനെ മുറുകെ പിടിച്ചോ, രക്ഷപ്പെടും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. കരുണ കൊണ്ട് നിന്റെ ഉദാര്യം കൊണ്ട് നീ പുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാ, നീ ഇഷ്ടപ്പെടാത്ത ഒരാള് പോലും ഈ സദസ്സിലില്ല റഹ്മാനെ. ഇന്ന് നിന്നോട് എന്ത് ചോദിച്ചാലും നീ തരുമെന്ന് ഞങ്ങൾക്കറിയാം പടച്ചവനെ. ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ല റഹ്മാനെ. ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്ത മഹാപാപികളാണ് റബ്ബേ. ഒരുപാട് പാപങ്ങൾ ചെയ്തു പോയി റബ്ബേ. നീ ഞങ്ങളെ കൈവിടല്ലേ അല്ലാ. നീ ഗഫൂറല്ലേ അല്ലാ. നീ റഹീമല്ലേ അല്ലാ. നീ കരുണയുള്ളവനല്ലേ അല്ലാ. നീ കാരുണ്യവാനല്ലേ അല്ലാ. 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനല്ലേ അല്ലാ. പെമ്മക്കളെ ജീവനോടെ കുടിച്ചു മൂടിയ മൂത്ര വിസർജനം നടത്തേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ സ്വന്തം മക്കള് ഞങ്ങൾ മരിക്കാൻ ആഗ്രഹിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാര് ഞങ്ങൾ മരിക്കാൻ ദുആ ചെയ്യുന്ന അവസ്ഥ വരെ എത്തിക്കല്ലേ അല്ലാ. പടച്ചവരെ, എവിടെ വെച്ചാണ് മരിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല അല്ലാ. ഈമാനുള്ള മരണം തരണേ അല്ലാ. ശഹീദിന്റെ കൂലി കിട്ടുന്ന മരണം തരണേ അല്ലാ. വെള്ളിയാഴ്ച രാവിലോ പകലിലോ മരിപ്പിക്കണേ അല്ലാ. കടക്കാരാക്കി മരിപ്പിക്കല്ല റബ്ബേ. നന്മ ചെയ്യുമ്പോ മരിപ്പിക്കണേ അല്ലാ. തൗബ ചെയ്തിട്ട് മരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ അല്ലാ. സാലിഹീങ്ങളാക്കണേ അല്ലാ. സാലിഹത്തുകളാക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ സദസ്സിലിരിക്കുന്ന ഉസ്താദന്മാര് അൽ ഉലമാ വറസത്തുൽ അംബിയായിൽ പെടുത്തണേ തമ്പുരാനെ. അല്ലാഹുവേ, അവർക്കെല്ലാവർക്കും നീ നല്ല ജീവിതം നൽകണേ തമ്പുരാനെ. അവരുടെ ഖിദ്മത്തുകൾ സ്വീകരിക്കണേ തമ്പുരാനെ. ഈ സദസ്സിലിരിക്കുന്ന പ്രായമുള്ളവർക്ക് മുഴുവനും നല്ല മരണം കൊടുക്കണേ അല്ലാ. നല്ല മരണം കൊടുക്കണേ അല്ലാ. ഈ ചെറുപ്പക്കാരെ മുഴുവനും നീ അനുഗ്രഹിക്കണേ അല്ലാ. നല്ല ജോലി കൊടുക്കണേ അല്ലാ. നല്ല ഇണയെ കൊടുക്കണേ അല്ലാ. സമാധാനം കൊടുക്കണേ അല്ലാ. ഈ വിദ്യാർത്ഥികളെ അനുസരണയുള്ള മക്കളാക്കണേ അല്ലാ. നല്ല വിജയം കൊടുക്കണേ അല്ലാ. എൻ്റെ ഉമ്മ പെങ്ങന്മാരെ നീ മറക്കല്ലേ അല്ലാ. ഒരുപാട് വേദന സഹിച്ചവരാ, ഇനിയും വേദനിപ്പിക്കല്ലേ അല്ലാ. അറുത്തു മുറിക്കല്ലേ അല്ലാ. കണ്ണുനീര് കുടിപ്പിക്കല്ലേ അല്ലാ. ഈ പരിപാടിയുടെ സംഘാടകരെ നീ കൈവിടല്ലേ അല്ലാ. ഒരുപാട് പടച്ചവനെ ഓടി നടന്നവരാണ്, പരലോകത്തിട്ട് ഓടിക്കല്ലേ തമ്പുരാനെ. നല്ല ജോലി കൊടുക്കണേ തമ്പുരാനെ. അലി എന്ന കൂട്ടുകാരൻ അനുഗ്രഹിക്കണേ അല്ലാ. സ്വാലിഹായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. കൂടപ്പറപ്പുകളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, എനിക്ക് ഭക്ഷണം തന്ന കുടുംബത്തിന് സ്വർഗത്തിലെ ഭക്ഷണം കൊടുക്കണേ അല്ലാ. ഹൗദ് കൗസർ കൊടുക്കണേ അല്ലാ. അവരുടെയൊക്കെ രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. ഷഹീർ എന്ന കൂട്ടുകാരന് വിദേശത്താണ് റഹ്മാനെ. ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തു പ്രയാസങ്ങൾ മാറ്റണേ തമ്പുരാനെ. അല്ലാഹുവേ, പ്രവാസികൾ വലിയ പ്രയാസത്തിലാ അല്ലാ. നാട്ടിലേക്ക് വരാൻ പറ്റാത്തവരുണ്ട് റബ്ബേ. വന്നവർ പോകാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവരുണ്ട് റബ്ബേ. ജോലി നഷ്ടപ്പെടുമെന്ന് ഭയത്തിൽ കഴിയുന്നവരുണ്ട് റബ്ബേ. നീ അവരെ കൈവിടല്ലേ അല്ലാ. സമാധാനം കൊടുക്കണേ അല്ലാ. പടച്ചവരെ, ഈ പ്രഭാഷണം ലൈവായി കേട്ടുകൊണ്ടിരിക്കുന്ന 100 കണക്കിന് പേരുണ്ട് റഹ്മാനെ. അവരുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കണേ തമ്പുരാനെ. അവരുടെ അവസാന സമയം നന്നാക്കണേ തമ്പുരാനെ. അവരുടെ പ്രയാസങ്ങൾ മാറ്റണേ തമ്പുരാനെ. മൈക്ക് സെറ്റിന്റെ പ്രവർത്തകർക്ക് അഭിവൃദ്ധി നൽകണേ അല്ലാ. ക്യാമറയുടെ പ്രവർത്തകന്മാരെ അനുഗ്രഹിക്കണേ അല്ലാ. ഭക്ഷണം കൊടുത്തവരെ അനുഗ്രഹിക്കണേ അല്ലാ. ഭക്ഷണം വെച്ചവരെ അനുഗ്രഹിക്കണേ അല്ലാ. ഭക്ഷണം വിളമ്പുന്നവരെ അനുഗ്രഹിക്കണേ അല്ലാ. അടുത്ത കൊല്ലത്തെ ഭക്ഷണം ഏറ്റെടുത്തവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. നിന്റെ പള്ളിക്ക് വേണ്ടി ആരെല്ലാം സദഖ കൊടുത്തോ, മരിക്കുമ്പോ അതിന്റെ പ്രതിഫലം നീ കാണിച്ചു കൊടുക്കണേ തമ്പുരാനെ. സ്വർണം തന്നവർക്ക് സ്വർഗം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹ്
മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും സിയാറത്തും ചെയ്യാ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണേ അല്ലാ. പടച്ചവനെ മുനീർ എന്ന സഹോദരൻ നീ അനുഗ്രഹിക്കണേ തമ്പുരാനെ. പൊന്നുമക്കളെ രണ്ടുപേരെയും സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. കുടുംബത്തിന്റെ അഭിമാനം കാക്കുന്ന മക്കളാക്കണേ അല്ലാ. അവരുടെ ജീവിതത്തിൽ ബർക്കത്ത് നൽകണേ അല്ലാ. മൻഷാദെന്ന പൊന്നുമോൻ അല്ലാ ഈ നാട്ടുകാരനാണ്, വല്ലാത്ത സ്നേഹിക്കുന്ന കുടുംബമാണ്. കല്യാണം കഴിഞ്ഞു വർഷങ്ങളായി. റബ്ബേ നീ കരുണ കാണിക്കണേ അല്ലാ. സ്വാലിഹായ സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. ഈ ലോകത്ത് നീ ഇഷ്ടപ്പെടുന്നവരുടെ ബർക്കത്ത് കൊണ്ട് മക്കളില്ലാത്ത എല്ലാവർക്കും മക്കളെ കൊടുക്കണേ പടച്ചവനെ. നീ കബൂലാക്കണേ അല്ലാ. ഈ നീട്ടിയ കയ്യ നീ തട്ടിക്കളയല്ല റബ്ബേ. അല്ലാഹുവേ ഞങ്ങളൊക്കെ വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നവരാണ്, അപകട മരണം തരല്ലേ അല്ലാ. മയ്യത്ത് പോലും നല്ല നിലയിൽ കുളിപ്പിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ ഞങ്ങളെ നീ മരിപ്പിക്കല്ല റബ്ബേ. ജനങ്ങളെ കാണിക്കാതെ പെട്ടെന്ന് കൊണ്ടുപോയി കബറടക്കുന്ന മരണം തരല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ പെട്ടെന്ന് മരിപ്പിച്ച് ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ പൊന്നുമക്കളെ ആരുമില്ലാത്തവരാക്കല്ലേ അല്ലാ. പാപ്പയ്ക്ക് പകരം വെക്കാൻ വേറെ ആരെയും കിട്ടൂല റബ്ബേ. ഞങ്ങളുടെ മക്കളെ നീ യതീമീങ്ങളാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യ നീ വിധവയാക്കല്ലേ പടച്ചവൻ. ഞങ്ങളുടെ ഭാര്യ നീ വിധവയാക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാര് എത്രയൊക്കെ ചെയ്താലും എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളുടെ വീടിന്റെ വിടക്ക നീ അണയ്ക്കല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് ഞങ്ങളെ കാണിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ മക്കളുടെ മയ്യത്ത് കബറടക്കേണ്ട അവസ്ഥ വരുത്തല്ലേ റഹ്മാനെ. അല്ലാ നിന്റെ മുന്നിൽ ഞങ്ങൾ കൈനീട്ടും, ലോകത്ത് ആരുടെ മുന്നിലും നീട്ടി യാചിക്കേണ്ട അവസ്ഥ വരുത്തല്ലേ റഹ്മാനെ. അല്ലാ പിരിവെടുത്തിട്ട് കുടുംബത്തെ പോറ്റേണ്ട അവസ്ഥ വരുത്തല്ലേ അല്ലാ. അല്ലാഹുവേ പടച്ചവനെ ഇസ്സത്ത് നീ നിലനിർത്തണേ റഹ്മാനെ. ഞങ്ങൾക്ക് അഹങ്കാരം തരല്ലേ പടച്ചവനെ. ഈ നാട്ടിൽ നീ ഒത്തൊരുമ നൽകണേ അല്ലാ. അല്ലാ ഞങ്ങളൊക്കെ മുസ്ലിമീങ്ങളാണെന്നുള്ള ഓർമ്മ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. പടച്ചവനെ റബ്ബേ മതത്തിന്റെയും കൊടിയുടെയും പേരിൽ തമ്മിൽ തല്ലുന്നവരാക്കല്ലേ അല്ലാ. അല്ലാ മുസ്ലിമീങ്ങളാണെന്നുള്ള ഓർമ്മ തരണേ അല്ലാ. ഇന്നമൽ മുഅ്മിനൂന ഇഖ്വ ഞങ്ങൾ കൂടപ്പിറപ്പുകളാണെന്നുള്ള ബോധം നൽകണേ അല്ലാ. പള്ളിയുടെയും നല്ല കാര്യത്തിനും ഒറ്റക്കെട്ടാക്കണേ റഹ്മാനെ. അല്ലാഹുവെ ഒറ്റക്കെട്ടാക്കണേ പടച്ചവനെ. മനസ്സുകൾ തമ്മിൽ നീ അടുപ്പിക്കണേ പടച്ചവനെ. അല്ലാഹുവെ പടച്ചവനെ ഈ ദുആ നീ കബൂലാക്കണേ റഹ്മാനെ. ഈ പരിപാടിയുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവർക്കും നല്ല മരണം കൊടുക്കണേ പടച്ചവനെ. അല്ലാഹുവെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ ഹാരിസൊക്കെ ഉൾപ്പെടെ ഒരുപാട് സഹോദരങ്ങളെ സഹോദരിമാർ ഞങ്ങളുടെ സ്വർഗത്തിലും നീ കൂട്ടുകാരാക്കണേ തമ്പുരാനെ. അല്ലാഹുവെ ഞങ്ങളുടെ മുഖത്ത് കാണുന്ന ഈ സന്തോഷം നീ മരിച്ചു കിടക്കുമ്പോഴും നിലനിർത്തി തരണേ അല്ലാ. ഈശല്ലാഹുവേ എൻ്റെ വാപ്പ ഖബറില്ല, നീ ആ മനുഷ്യനോട് കരുണ കാണിക്കണേ റഹ്മാൻ. അല്ലാ എൻ്റെ ഉമ്മ കണ്ണിനൊക്കെ വല്ലാത്ത വേദനയാ, നീ ആഫിയത്തും ദീർഘായുസും കൊടുക്കണേ അല്ലാ. നീ രോഗങ്ങളൊക്കെ ശിഫയാക്കണേ അല്ലാ. അല്ലാഹുവേ എൻ്റെ സഹോദരങ്ങളെ നീ അനുഗ്രഹിക്കണേ പടച്ചവനെ. അല്ലാഹുവേ എൻ്റെ ഭാര്യ അല്ലാഹുവേ നീ അവൾക്ക് ആഫിയത്ത് കൊടുക്കണേ തമ്പുരാനെ. അവരുടെ രോഗങ്ങൾ ശിഫയാക്കണേ പടച്ചവനെ. സ്വർഗത്തിലും ഞങ്ങളെ നീ ഒന്നിപ്പിക്കണേ റഹ്മാനെ. എൻ്റെ മക്കൾ എന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകുന്ന മക്കളാക്കണേ പടച്ചവനെ. ഈ ശബ്ദം നീ നിലനിർത്തി തരണേ അല്ലാ. അഹങ്കാരം തരല്ലേ അല്ലാ. ജീവിതത്തിൽ ഒരുപാട് പാപങ്ങൾ ചെയ്തു, നീ എനിക്ക് പുറത്തു തരണേ അല്ലാ. അല്ലാഹുവേ എനിക്കൊരുപാട് ബുദ്ധിമുട്ടുകളും രോഗങ്ങളുമുണ്ട്, പരാതിയൊന്നും പറയുകയല്ല അല്ലാ. നീ എനിക്ക് ശിഫ തരണേ പടച്ചവനെ. നീ എനിക്ക് ശിഫ തരണേ പടച്ചവനെ. അല്ലാഹുവേ ഈ നീട്ടുന്ന കയ്യെ നീ തട്ടിക്കളയല്ലേ അല്ലാ. സ്വീകരിക്കണേ റബ്ബേ. ഈ പള്ളിക്കകത്ത് കിടന്നുറങ്ങുന്ന മഹാന്റെ കാവല് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അവിടുത്തെ ബർക്കത്ത് കൊണ്ട് രക്ഷപ്പെടുത്തണേ അല്ലാ. ഇവിടെ ഒരുമിച്ച് കൂടിയ ഒരാൾക്ക് പോലും ഈ വൈറസ് രോഗം നീ തരല്ലേ റഹ്മാനെ. ഞങ്ങൾ കാരണം ഈ പള്ളിയോ ഈ നാടോ അടച്ചിടേണ്ട ഒരവസ്ഥ വരുത്തല്ലേ റഹ്മാനെ.
അല്ലാഹുവേ മുരിയാട് ഉസ്താദിന്റെ ഖബർ നീ സ്വർഗ്ഗമാക്കണേ അല്ലാ. ഇവിടുത്തെ ദറജ നീ ഉയർത്തണേ അല്ലാ. ഇവിടുത്തെ കുടുംബത്തിന് നീ സമാധാനം നൽകണേ അല്ലാ. അവരൊക്കെ സഞ്ചരിച്ച വഴിയിൽ സഞ്ചരിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. പടച്ചവനെ ആരെല്ലാം എവിടെയെല്ലാം വെച്ച് ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തവരുണ്ടോ എല്ലാവരുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ അല്ലാ. ഈ ഹാഫിദിന് പഠിക്കുന്ന മക്കൾ ഹാഫിദീങ്ങളായവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകണേ തമ്പുരാനെ. അല്ലാ, ഞങ്ങൾ ഇന്ന് പിരിയുകയാ. ഇനി ജീവിതത്തിൽ ഒരിക്കലും ഞങ്ങൾ കണ്ടുമുട്ടിയില്ലെങ്കിലും നിന്റെ സ്വർഗത്തിൽ വെച്ച് കാണാൻ ഭാഗ്യം തരണേ പടച്ചവനെ. ഈ ദുആ അവസാന ദുആ ആക്കല്ലേ അല്ലാ. ഈ രാത്രി അവസാന രാത്രി ആക്കല്ലേ അല്ലാ. ഇത് അവസാന മജ്ലിസ് ആക്കല്ലേ അല്ലാ. ഇന്നിവിടെ നിന്ന് പിരിഞ്ഞു നാളെ രാവിലെ സുബഹി ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ് ഞങ്ങളിൽ ആരെങ്കിലും മരിച്ചുപോയാൽ ഈ ദുആ ഞങ്ങളുടെ തൗബയാക്കണേ റബ്ബേ. തൗബയാക്കണേ അല്ലാ. തൗബയാക്കണേ നാഥാ. അല്ലാഹുമ്മ بارك لنا في رجب وشعبان وبلغنا شهر رمضان. اللهم رب ارحمهما كما ربياني صغيرا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلقه سيدنا محمد وعلى آله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين.